ബാക്കി പറയ് ശക്തി. ബാക്കിയോ? ബാക്കി എന്താണ്? ഒന്നുമില്ല. പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചു വെച്ച് ആലോചിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അതിലെല്ലാം അഞ്ജുവും ഒരു കാരണമാണ്. അച്ഛൻ മരിച്ച് അമ്മാവന്റെ വീട്ടിൽ പട്ടിണി കൂടാതെ കഴിഞ്ഞുകൂടുമ്പോൾ സ്വന്തം മകളുടെ മാനം സംരക്ഷിക്കാൻ ആ അമ്മ പല കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അവിടെ സുരക്ഷിതമല്ലെന്ന് തോന്നിയപ്പോൾ നളിനി ട്രസ്റ്റ് മുഖേനയാണ് അവളെ ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംരക്ഷണം എവിടെ നിന്നും കിട്ടിയിരുന്നില്ലല്ലോ. തീർത്തും ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ശോഭവല്യമ്മയ്ക്കുണ്ടായിരുന്ന കരുതലാവണം എൻ്റെ ഹോസ്റ്റൽ ജീവിതം. നീ കളരിയൊക്കെ പഠിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അവൻ അവളുടെ കവിളിൽ വിരൽ കൊണ്ട് ചുഴി തീർത്ത് ചോദിച്ചു. അവന്റെ പ്രവൃത്തി ഇഷ്ടമാകാത്തതുപോലെ തട്ടിമാറ്റി തിരികെ അവന്റെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് വട്ടത്തിലൊഴിഞ്ഞ് അവൾ തുടർന്നു. വെക്കേഷൻ സമയങ്ങളിൽ ഡാൻസും പാട്ടും ചിത്രരചനയും പോലെയുള്ള കോഴ്സുകൾക്കാണ് ഞങ്ങൾ ആദ്യമൊക്കെ ചേർന്നിരുന്നത്. അതിനുശേഷമാണ് സ്വയരക്ഷയ്ക്ക് എന്നതുപോലെ മാർഷൽ ആർട്സ് ഉൾപ്പെടെയുള്ളത് പഠിച്ചെടുത്തത്. അതിന് കാരണം രഞ്ജിത്തേട്ടനാണ്, അഞ്ജനയുടെ ആള്. അതൊരു ധൈര്യമായിരുന്നു. പിന്നീട് എനിക്ക് എവിടെയും എന്നെ സംരക്ഷിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വർദ്ധിച്ചു. പറഞ്ഞു നിർത്തുന്നതിനൊപ്പം അവളുടെ വിരലുകൾ അവന്റെ മീശയിൽ അമർത്തി വലിച്ചിരുന്നു. ഇക്കുറി അവൻ ഒരു തട്ട് വെച്ചു കൊടുത്തു. അത് ഇഷ്ടമാകാത്തതുപോലെ അവനിൽ നിന്ന് അവൾ തിരിഞ്ഞു കിടന്നു. വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ അവനും അവൾക്ക് പിന്നിലേക്ക് ചേരുമ്പോൾ അവളുടെ ഉടലാകെ കുളിർന്നു പോയിരുന്നു. അടുക്കളയിൽ കറിക്കരിയുന്ന കത്തി കൊണ്ടുള്ള അഭ്യാസം ഞാൻ കണ്ടിരുന്നു. നീ പഠിക്കാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഇക്കിളി കൂട്ടും വിധം അവളുടെ ചെവിക്കരികിൽ അവൻ സ്വകാര്യം പോലെ ചോദിച്ചു. ബലമായി തന്നെ അവളെ അവൻ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. പറയേ. എനിക്കൊരുപാട് കഴിവുണ്ടായിട്ട് പഠിച്ചതല്ല ഭദ്രേട്ടാ, സാഹചര്യം എന്നെ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഉള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. കളരിയും മർമ്മവിദ്യയും പഠിച്ച ശേഷമാണ് വാൾപ്പയറ്റൊക്കെ പഠിച്ചത്. സ്കൂൾ പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചതാണ്. പിന്നീട് ഇഷ്ടം തോന്നിയപ്പോൾ പ്രാക്ടീസ് ചെയ്തു വന്നു. പക്ഷേ അഞ്ജു അതെല്ലാം വിട്ടുകളഞ്ഞിരുന്നു. മർമ്മം പറഞ്ഞ് ചികിത്സ നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദമാമ നാട്ടുവൈദ്യം പറഞ്ഞു നൽകിയത്. വ്രതാനുഷ്ഠാനത്തോടെയാണ് അതെല്ലാം പൂർത്തിയാക്കിയത്. ട്രസ്റ്റിലെ വൈദ്യശാലയ്ക്കടുത്ത് ഒരു ധന്വന്തരി ക്ഷേത്രമുണ്ട്. അവിടെയുള്ളപ്പോഴൊക്കെ പൂജകളിൽ ഞാനും പങ്കാളിയാകാറുണ്ട്. മനുഷ്യരുടെ സ്നേഹത്തിന് പഞ്ഞമുണ്ടായാലും ദൈവങ്ങൾ കൈവിട്ടിരുന്നില്ല. അതുകൊണ്ടല്ലേ എനിക്കിത്ര അവസരങ്ങൾ നൽകിയത്. ചിരിയോടെ പറഞ്ഞു നിർത്തിയവളുടെ മിഴികളിൽ നിറഞ്ഞു നിന്ന തിളക്കത്തിൽ വീരൻ അമർത്തി ചുംബിച്ചു. നീ എൻ്റെ കലിപ്രാണിയാണ് എൻ്റെ പെണ്ണേ. അത്രയ്ക്കുണ്ടോ? പിന്നില്ലാതെ. വലിയ സഹോദരൻ ചമ്മഞ്ഞ് നിന്റെ അടുത്ത് വന്നവനിട്ട് പൊട്ടിച്ചിട്ട് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്ത മുതലല്ലേ നീ. അതൊക്കെ അറിഞ്ഞിരുന്നോ? ശക്തി അതിശയത്തോടെ അവനെ നോക്കി. വീരന്റെ മുഖത്തെ കള്ളത്തരത്തിന് പിന്നിലുള്ള കാര്യം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ എന്നാണ് ഭദ്രേട്ടൻ അറിഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കൂടാൻ വന്നവരിൽ നിന്ന് കിട്ടിയ അറിവാണോ, അതോ വല്യച്ഛൻ പറഞ്ഞോ? അതിനൊക്കെ മുമ്പ്. മുമ്പെന്ന് വെച്ചാൽ ആ ക്യാമ്പിന് മുമ്പ്. ക്യാമ്പിന് മുമ്പോ? അതിനർത്ഥം? ശക്തിയുടെ മുഖത്ത് അമ്പരപ്പ് പ്രകടമായി. വീരൻ ചിരിച്ചു. ചിരിക്കാതെ കാര്യം പറഞ്ഞേ ഭദ്രേട്ടാ, ഇത്ര സസ്പെൻസ് ഒന്നും ഞാൻ താങ്ങില്ല. നീ എന്നിലേക്ക് വന്നതല്ല ശക്തി, ഞാൻ വരുത്തിയതാണ്. ശക്തിയുടെ മിഴികൾ കുറുകി. എന്നെ മുമ്പേ അറിയാമായിരുന്നുവെന്നാണോ? ശക്തി ശ്വാസം എടുത്തു വിട്ട് മനസ്സിനെ വരുതിയിലാക്കിക്കൊണ്ട് ചോദിച്ചു. പൂർണ്ണമായും അറിയില്ല, അവൻ ചിരിയോടെ പറഞ്ഞു. എന്നോട് പ്രേമം തോന്നി അവസരമുണ്ടാക്കിയെടുത്തതാണെന്ന് വെറുതെ പോലും പറയല്ലേ ഭദ്രേട്ടാ. എൻ്റെ ഹൃദയമിടിപ്പ് പോലും നിലച്ചു പോകും. ഈ പെണ്ണ്. അവൻ അവളുടെ തലക്കിട്ട് കൊട്ടി. നീ ഈ നാട്ടുകാരിയാണെന്നോ നീ എന്നെ പ്രണയിച്ചിരുന്നെന്നോ എനിക്കറിയില്ല. എനിക്ക് നിന്നോട് പ്രേമവും ഉണ്ടായിരുന്നില്ല. പിന്നെ നിനക്ക് പിന്നാലെ വന്നതിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ UK പോയിരുന്നല്ലോ. ഒരു തിരിച്ചുവരവ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അജിത്ത് മൂലം ആ തീരുമാനം മാറ്റി.
അങ്ങനെ നാട്ടിലേക്ക് തിരികെ വന്ന നിമിഷം മുതൽ ഞാനും അജിത്തും ചില അന്വേഷണങ്ങളിലായിരുന്നു. അതിനിടയിൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒപ്പം നിന്നെ കണ്ടിരുന്നു. പരിചയമുള്ള ഒരാളോ? അതാരാണ്? രാഘവൻ, അരവിന്ദിന്റെ അച്ഛൻ. ശക്തി ഞെട്ടലോടെ അവനെ നോക്കി. എന്തേ, എനിക്ക് ഇവരെയൊന്നും അറിയില്ലെന്ന് കരുതിയോ? അയാളെ നേരിട്ട് പരിചയമില്ല. അരവിന്ദനെ പലവട്ടം നികേഷിന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്. നികേഷിനെ അറിയാലോ അല്ലേ, നിഖിലയുടെ ബ്രദർ. അരവിന്ദേട്ടനുമായി കൂട്ടായിരുന്നോ? ഹേയ് ഇല്ല, കണ്ടിട്ടുണ്ട്, അത്രമാത്രം. പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യം വേണ്ടി വന്നില്ലേ. അങ്ങനെയാണ് ഞാൻ രാഘവനെ തേടി നടന്നത്. ആദ്യം മുതൽ നീ എന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നതിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിരുന്നു. വലിയ പ്രയാസമില്ലാതെ നിന്നെ വളയ്ക്കാൻ കഴിയുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ശക്തി അവന്റെ കയ്യിലെ മാംസത്തിൽ നഖങ്ങൾ ആഴ്ത്തി. വീരൻ ചിരിയോടെ പരിഭവം മുറ്റിനിന്ന കവിളിൽ കടിച്ചു വിട്ടു. എന്റെ PC-യിൽ കിടന്നിരുന്ന ഫോട്ടോസ് നീ കാണാൻ വേണ്ടി മാത്രമാണ് ക്യാമ്പിന്റെ സമയത്ത് ഫോണിലേക്ക് മാറ്റിയത്. നിനക്ക് നിഖിലയെ പരിചയമുണ്ടോന്നായിരുന്നു എനിക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത്. നീ നളിനി ട്രസ്റ്റിൽ പോകുന്നത് കൊണ്ട് നിനക്ക് അരവിന്ദനെയും അച്ഛനെയും പരിചയമുണ്ടാകണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് ചിന്തിച്ചുകൂടെ, എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഡിവൈസുകളുടെ പാസ്വേഡ് വരെ നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ, യഥേഷ്ടം അത് കൈകാര്യം ചെയ്യാനുള്ള അനുമതി കിട്ടണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാവുമെന്ന് ശക്തി അപ്പോഴാണ് അക്കാര്യം ആലോചിച്ചത് തന്നെ. ക്യാമ്പിന്റെ സമയങ്ങളിൽ വീരനൊപ്പം കൂടുതൽ സമയങ്ങളും ചെലവഴിച്ചിരുന്നു. പലർക്കും മെസ്സേജുകളും കോളുകളും വീരന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതും അവൾ തന്നെയായിരുന്നു. ഹോസ്പിറ്റൽ MD ആണെന്നും മുഴുവൻ സമയവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകണമെന്നും അവൾക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. അവിചാരിതമായി ആഗ്രഹിച്ച വ്യക്തിക്കൊപ്പം സമയം പങ്കിടാൻ ലഭിച്ചതിനാൽ ശക്തി അതീവ സന്തോഷവതിയുമായിരുന്നു. നിന്റെ കമ്പനിയിൽ നിന്ന് എന്റെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ പോലും ഞാനായിരുന്നു ശക്തി. അവർ നിന്നെ ബ്രാഞ്ച് മാറ്റുന്ന കാര്യം അറിയിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇക്കാര്യം നീ എന്നോട് പറയുമ്പോൾ ഒരുമിച്ചൊരു ഫ്ലാറ്റിൽ കഴിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ജോലി വേണ്ടെന്ന് വയ്ക്കാനും എനിക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരെണ്ണം നിനക്ക് കണ്ടെത്തി തരാമെന്നും പറയാൻ ഞാനും കാത്തിരുന്നു. എനിക്കറിയാമായിരുന്നു നീ എന്നെ വിട്ടുപോകില്ലെന്ന്. അതെന്താ, എന്റെ പ്രണയം മനസ്സിലായിരുന്നോ? ഒരിക്കലുമില്ല. സാധാരണ എനിക്കൊപ്പം കഴിയുന്നവർക്ക് പ്രേമമല്ലല്ലോ, അവരുടെ നിലനിൽപ്പും സുഖസൗകര്യങ്ങളുമല്ലേ കാരണം. നീ എന്നെ വിളിച്ച് മറ്റൊരു ജോലി ഹോസ്പിറ്റലിൽ തരുമോന്ന് ചോദിച്ചപ്പോൾ എനിക്കുണ്ടായ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവളുടെ മിഴികൾ അവിശ്വാസത്തോടെ പുറത്തേക്കുന്തി. വിശ്വാസം വരുന്നില്ലല്ലേ? ആ കഥയിലേക്ക് വരും മുമ്പ് ഞാൻ എൻ്റെ രഹസ്യങ്ങൾ നിന്നോട് പറയട്ടെ ശക്തി. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശക്തി മുഖം വീർപ്പിച്ചു. എന്നേക്കാൾ അധികം നിന്നോട് വിശ്വാസം തോന്നുന്നുണ്ട് ശക്തി. അജിത്തിനോടല്ലാതെ മറ്റൊരാളോടും കഴിഞ്ഞ 7-8 വർഷങ്ങളായി എനിക്ക് ആ വിശ്വാസം ഉണ്ടായിട്ടില്ല. ചന്ദ്രുവിനോട് പോലും. വീരൻ അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ശക്തിയുടെ മിഴികൾ വികസിച്ചു. നളിനി ട്രസ്റ്റിലെ വെറുമൊരു അംഗമല്ല നീയെന്ന് അയാൾക്കൊപ്പം നിന്നെ കണ്ട നിമിഷം തോന്നിയിരുന്നു. വീരൻ അവളുടെ മനസ്സിലുള്ളത് അറിയാൻ വേണ്ടി പറഞ്ഞു. ഹേയ്, ഞാൻ അവിടുത്തെ ആരുമല്ല. കണ്ണൻ സാർ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുന്നുവെന്ന് മാത്രം. അദ്ദേഹം എൻ്റെ സ്പോൺസറാണ്. വീരൻ ചിരിച്ചു. ശക്തി അത്ര വേഗം പിടിതരില്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് മാത്രം കോവിലകത്തുള്ളവർ പാരമ്പര്യമായി കൈമാറി വരുന്ന വൈദ്യവും അതിലെ രഹസ്യങ്ങളും നിനക്ക് പകർന്നു നൽകിയെന്നാണോ? പരിഹാസവും അവിശ്വസനീയതയും കലർത്തി അവൻ ചോദിച്ചു. ഞാൻ ഗോവിന്ദമാമയെ സഹായിക്കാറുണ്ടായിരുന്നു, അതാണ്. ഗോവിന്ദമാമയോ? അതാരാണ്? അദ്ദേഹമാണ് നളിനി ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ. അന്ന് പന്തലിൽ വന്നില്ലേ, കാഷായ വസ്ത്രം ധരിച്ചൊരാൾ? അതാണ് ഗോവിന്ദമാമ. കണ്ണൻ സാറിന്റെ അച്ഛന്റെ സുഹൃത്താണ്. അതേപോലെ നളിനിയമ്മയ്ക്ക് സഹോദരന്റെ സ്ഥാനത്തുമായിരുന്നു. നളിനിയമ്മയും കോവിലകത്തെ ഗോപാൽ വർമ്മയും തമ്മിലുള്ള പ്രണയം പിടിക്കപ്പെട്ടു. എല്ലാവരും കൂടി കൊല്ലാൻ ശ്രമിച്ച നളിനിയമ്മയെ ഗോവിന്ദൻ മാമയാണ് രക്ഷിച്ചത്. പിന്നെ കണ്ണൻ സാർ ജനിച്ചു കഴിഞ്ഞും നളിനിയമ്മയെ സംരക്ഷിച്ചത് ഗോവിന്ദൻ മാമയാണ്. കണ്ണൻ സാറിന്റെ അച്ഛൻ സത്യമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ സ്വത്തുക്കൾ സാറിന്റെ പേർക്ക് എഴുതി വെച്ചു. അദ്ദേഹം വേറെ വിവാഹം കഴിച്ചിരുന്നില്ല. സാറ് കോളേജിൽ ചേർന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെ രഹസ്യമായി അവർ കാണാറുണ്ടായിരുന്നു. പിന്നാലെ നളിനിയമ്മയും മരിച്ചു.
കോവിലകത്തെ മുഴുവൻ അവകാശവും അങ്ങനെ കണ്ണൻ സാറിൽ വന്നു. ഇപ്പോഴെല്ലാം നളിനി ട്രസ്റ്റിന്റെ കീഴിലാണ്. എന്ത് കാര്യത്തിനും ഗോവിന്ദമാമ എന്നെയാണ് വിളിക്കുക. അങ്ങനെ ഞാനായി താല്പര്യം കാണിച്ചപ്പോഴാണ് പച്ചമരുന്ന് കൂട്ടുൾപ്പെടെ എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ പലപ്പോഴും കോവിലകത്തേക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ആയുർവേദ റിസോർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. സുഖചികിത്സയ്ക്കൊക്കെ വരുന്നവർ അവിടെയാണ് കഴിയുന്നത്. വളരെ കരുതൽ വേണ്ടതും പ്രത്യേക ശ്രദ്ധ വേണ്ടതുമായ പേഷ്യൻസിനെയാണ് ട്രസ്റ്റിനോട് ചേർന്നുള്ള ചെറിയ ഹോസ്പിറ്റലിൽ കിടത്തുക. അവിടെ നിന്ന് സുഖം പ്രാപിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നവരെ കോവിലകത്തേക്ക് മാറ്റും. അതാണ് രീതി. ചില കാര്യങ്ങൾക്ക് ആയുർവേദത്തിനൊപ്പം അലോപ്പതിയും നോക്കാറുണ്ട്. എനിക്കുള്ള താല്പര്യവും അറിവുകളും മുൻനിർത്തി ചുമതലകൾ നൽകിയപ്പോൾ അവിടുത്തെ മരുന്നുശാലയിൽ വരെ എൻ്റെ ശ്രദ്ധ ചെല്ലാറുണ്ട്. എനിക്കിതെല്ലാം വലിയ ഇഷ്ടമാണ്. ശരിക്കും ഞാൻ മെഡിക്കൽ ഫീൽഡായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അന്നത് നടന്നില്ല. വീരൻ നന്ദഗോപാലിനെ കുറിച്ച് യാതൊന്നും പറയാൻ തുനിഞ്ഞില്ല. കണ്ണൻ സാറിന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അവൻ ആ ത്വരയെ അടക്കി വെച്ചു. ഒരു പക്ഷേ ആ സത്യം ശക്തിയെ അടിമുടി തകർക്കുമെന്ന് അവന് തോന്നി. അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടും അവൾ അറിയാത്തതുപോലെ നടിക്കുന്നതുമാവും. ഭദ്രേട്ടൻ ബാക്കി പറയേ. ചിന്തിച്ചിരിക്കുന്ന അവനെ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്ക് രാഘവനെ അറിയാമെങ്കിൽ അയാളുടെ മകനെയും അവന്റെ മുറപ്പെണ്ണിനെയും പരിചയമുണ്ടാകുമെന്ന് ഞാൻ ഊഹിച്ചു. അവരോട് ചിലതൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ശരിക്കും ആ മെഡിക്കൽ ക്യാമ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. നീ അതിലുണ്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് തന്നെ. എന്നെ കാണുമ്പോഴുള്ള നിന്റെ ഭാവങ്ങൾ നീ എന്നിൽ ആകൃഷ്ടയായെന്ന തെളിവായിരുന്നു. തുടരും. കഥയിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയട്ടെ. നമ്മുടെ നായിക ശക്തി അവളുടെ ബാല്യത്തിൽ തന്നെ മനസ്സിൽ പതിപ്പിച്ചതാണ് വീരനെ. പക്ഷേ അന്നേ അവൾ കണ്ടെത്തിയ ഒന്നാണ് വീരൻ്റെ പ്രണയം അനുവായിരുന്നു എന്നത്. ഒരിക്കലും അവനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നില്ല. 8-9 വർഷത്തിനു മുമ്പ് ഒരു ഉത്സവകാലത്ത് നടന്ന സംഭവങ്ങളിലൂടെ വീരൻ്റെ പ്രണയം തകർന്നു പോയിരുന്നു. അവൻ്റെ സുഹൃത്ത് നികേഷിൻ്റെ സഹോദരിയെ കാണാതെയുമായി. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീരൻ അലഞ്ഞു. അങ്ങനെ നളിനി ട്രസ്റ്റിൽ നികേഷിൻ്റെ അമ്മാവനും മകനും ഉണ്ടെന്ന് മനസ്സിലായത്. അതിലൂടെ ശക്തിയെയും അവൻ കണ്ടു. ഒരു മെഡിക്കൽ ക്യാമ്പിൽ ശക്തി അവരുടെ കമ്പനിക്ക് വേണ്ടി പങ്കെടുക്കുന്നതറിഞ്ഞപ്പോൾ അവളോട് അടുപ്പം കാണിക്കാൻ വേണ്ടി വീരനും അതിൽ പങ്കെടുത്തു. ആ ക്യാമ്പിലൂടെ പരസ്പരം ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായി. തന്നെ നോക്കി നിൽക്കുന്ന ശക്തിയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ വീരൻ ഒപ്പം കഴിയാൻ വിളിച്ചു. ശക്തി സമ്മതിച്ചു. അതിനു പിന്നിൽ അവൾക്ക് നിഖിലയെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം വീരൻ അന്വേഷിക്കുന്ന നിഖില അവൾക്കും വേണ്ടപ്പെട്ടവൾ തന്നെയായിരുന്നു. വീരന്റെ ലക്ഷ്യം ശക്തിയിലൂടെ രാഘവനിലേക്കും അരവിന്ദിലേക്കും എത്തുകയെന്നതായിരുന്നു. 6 മാസം കൊണ്ട് ശക്തിക്കൊപ്പമുള്ള ജീവിതത്തിൽ വീരൻ അവളെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. ഇതിനിടയിലാണ് വീരന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ കടന്നു വരുന്നതും ഇന്നവർ വിവാഹിതരായി നിൽക്കേണ്ടുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയതും. ശക്തി വീരന്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ള കാരണം നിഖിലയെക്കുറിച്ച് എന്തെങ്കിലും തുമ്പു കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ചുരുക്കത്തിൽ രണ്ടാൾക്കും കുറച്ച് രഹസ്യങ്ങളുണ്ട്. അതിൻ്റെ ചുരുൾ അഴിഞ്ഞു കഴിയുമ്പോൾ ശക്തിയും ഭദ്രനും മാത്രമായി കഥ മുന്നോട്ട് നീങ്ങും. ഒപ്പം ദേവനാഥ് എന്ന ശക്തനായ വില്ലനും ഇവരുടെ ഒപ്പമുണ്ട്. ശക്തിയുടെ പാസ്റ്റ് പറയുന്നതിൽ നടന്ന റെയ്ഡ് ഒരു പ്രധാന സംഭവം തന്നെയാണ്. അതേപോലെ അവൾക്ക് നന്ദനുമായുള്ള ബന്ധവും. വീരന്റെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത് പൊതുവെ ആ ഉത്സവത്തിന് നടന്ന സംഭവങ്ങളോട് ചേർന്നാണ്. ഇതുവരെ ആർക്കും വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ തേടിയാണ് അജിത്തും വീരനും അലയുന്നത്. ദേവനാഥ്, അനുഗ്രഹ, അരുൺ, ജീവൻ, പാറു, ശ്വേത ഇവർക്കെല്ലാം ഇവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അതിനാൽ ഒരേ സംഭവം പല വിധത്തിലാണ് ഓരോരുത്തർക്കും ബാധിക്കപ്പെട്ടത്. ഉത്സവവും അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളും കഥയിൽ തന്നെ വ്യക്തമായി പറയുന്ന ഭാഗം വരുന്നുണ്ട് കേട്ടോ. അഭിപ്രായം മറക്കാതെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതും കൂടി ചെയ്യാൻ മറക്കരുത്. താങ്ക്